നമസ്കാരം. മലയാള കാവ്യഗാനത്തിലെ മേഘരൂപനായ മഹാകവി പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ പാറയിൽ എന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഉദിക്കും ദിനകരൻ ദർശിച്ചു പാറക്കെട്ടിനുപരി തിളങ്ങുന്നോരുജ്വല രവിബിംബം, ആർത്തലച്ചിടും മഹാസാഗര മധ്യത്തിങ്കൽ പേർത്തുമിങ്ങ ചഞ്ചല ശാന്തമാം സമുദ്രമോ. അത്യന്തം ഭാവപുഷ്കലമായ ഈ വരികൾ വായിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷം നമ്മൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക് മുന്നിൽ ആണെന്ന് തോന്നലുണ്ടാവും. ഇന്ന് ആ മഹാസങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാക്കി തന്ന സ്വർഗീയ ഏകനാഥ റാനഡേജിയെക്കുറിച്ചുള്ള ചില സ്മരണകൾ പങ്കുവയ്ക്കാം. ഈ സമയത്ത് നമ്മളോടൊപ്പം ഈ കാര്യത്തിൽ ചേരുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകയായിട്ട് തുടർന്ന് ജോലിയിലും പ്രവേശിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരാധ്യയായ ഡോക്ടർ ലക്ഷ്മി കുമാരി അവറകൾ 1980കളിൽ സ്വർഗീയ ഏകനാഥ റാനഡേജിയുടെ ക്ഷണം സ്വീകരിച്ച് കുട്ടിക്കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സ്വാമിജിയുടെ ഭവ്യസങ്കല്പങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വിവേകാനന്ദ കേന്ദ്രത്തിലെ പ്രവർത്തകയായി പിന്നീട് അതിൻ്റെ അധ്യക്ഷയായി സ്വജീവിതം സമർപ്പിച്ച ആരാധ്യയായ ഡോക്ടർ ലക്ഷ്മി കുമാരി ദീദിയാണ്. പിന്നെ നമ്മോടൊപ്പം ഉള്ളത് ആന്ധ്രാപ്രദേശ് സ്വദേശി 1979 വിദ്യാഭ്യാസാനന്തരം സ്വാമിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി സ്വർഗീയ ഏകനാഥജി ആരംഭിച്ച വിവേകാനന്ദ കേന്ദ്രയുടെ പ്രവർത്തകനായി ജീവൻ വ്രതിയായി ഇക്കാലപര്യന്തം പ്രവർത്തിക്കുന്ന ആദരണീയനായ സുധാകർജിയാണ്. അദ്ദേഹം ഒരു യോഗാചാര്യനും കൂടിയാണ്. ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ സമാരാധ്യനായ റാനഡേജിയുമായി ദീർഘകാലം ജീവിതാനുഭവങ്ങളുള്ളവരാണ്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് കാതോർക്കാം. ദീദി, വിവേകാനന്ദ കേന്ദ്രം ഇന്ന് ഈ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ ലോകത്തിനും ഒരു വലിയ വെളിച്ചമായിട്ട് നിലകൊള്ളുകയാണ്. എല്ലാ യുവാക്കന്മാരും ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് സ്വാമിജിയെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ കവിതയിൽ തന്നെ പി പറയുന്നുണ്ട്. ഈ വീരയുവാവിനെ ക്ഷണിക്കൂ സമുന്നത ജീവിത സൗധശിലാസ്ഥാപനത്തിന് നിങ്ങൾ. ദീദിക്കും അങ്ങനെ തൻ്റെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കാൻ സാധിച്ചു. ആ മഹത് കൃത്യത്തിൽ സ്വർഗീയ ഏകനാഥജിയുടെ പങ്ക് എങ്ങനെയായിരുന്നു? നമസ്തേ. ഏകനാഥജിയെ പറ്റി ഓർക്കുമ്പോൾ അടുത്ത കാലത്തായിട്ട് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കല്പമുണ്ട്. അത് വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു നാമമാണ്. ലോകാനാം കീർത്തിവർദ്ധനം. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മാതിരിയുള്ള നമ്മുടെ അവതാര വരിഷ്ഠന്മാരെല്ലാം ഈ ഭൂമിയിൽ ജനിച്ച് നമ്മുടെ ഭാരതത്തിനെ ഒരു പുണ്യഭൂമിയാക്കി ലോകത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചവരാണ് അവരെല്ലാം. അവരുടെ ജന്മം കൊണ്ട് ഇപ്പോൾ മധുര, വൃന്ദാവൻ, ദ്വാരക ഒക്കെ അവരുടെ ജീവിതം കൊണ്ട് ധന്യധന്യമായ സ്ഥലങ്ങളാണ്. ലോകത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചവരാണ്. അടുത്ത കാലത്ത് ഏകനാഥജിയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ സങ്കല്പമാണ്. കാരണം കന്യാകുമാരി വെറും ഒരു ഭാരതത്തിൻ്റെ തെക്കേയറ്റമാണ് എന്നുള്ളതിൽ കഴിഞ്ഞ് കന്യാകുമാരിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ കുറേ ധീവരന്മാരുടെ പ്രവർത്തന മേഖലയായിരുന്നു. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ശ്രീപാദ പാറ നിൽക്കുന്നുണ്ട്. അവിടെ പണ്ട് കാലത്തൊക്കെ, ഞാൻ കുട്ടിക്കാലത്തൊക്കെ പോകുമ്പോൾ അവിടേക്ക് ബസ് സർവീസ് പോലുമില്ല, ഒരു ഹോട്ടൽ പോലും അവിടെയില്ല. കന്യാകുമാരിയെ പോയി ദർശിച്ച ഉടനെ തിരിച്ചു വരിക എന്നല്ലാതെ അങ്ങനെ ഇരുന്നിരുന്ന ഒരു സ്ഥലം സ്വർഗീയ ഏകനാഥജിയുടെ വരവോടുകൂടി വിവേകാനന്ദ ശിലാസ്മാരകത്തിൻ്റെ രൂപം തന്നെ അങ്ങോട്ട് മാറുകയാണ്. അത് അദ്ദേഹം അതിനെ വെറും ഒരു
പ്രാദേശിക തലത്തിലുള്ള ഒരു സ്മാരകമല്ല. അദ്ദേഹത്തിന് വേണ്ടത് ആഗോളതലത്തിൽ വിവേകാനന്ദ ഭക്തരെ ആകർഷിക്കാൻ കഴിയുന്ന മാതിരിയുള്ള ഒരു സ്മാരകമായിരിക്കണം എന്നുള്ള രൂപം കൊടുത്ത് അതിനെ ഇത്രയും മഹത്തായൊരു ഇതാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം അവിടെ തുടങ്ങിയതോടുകൂടി കന്യാകുമാരി എന്നുള്ള ചെറിയ ഗ്രാമം ഇന്ന് ഭാരതത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയാൻ പറ്റില്ല, അതിലും ഉപരിയായിട്ടുള്ള എന്തോ ആണ് അത്. വിവേകാനന്ദ സ്വാമിയുടെ ഓർമ്മകളെ നിലനിർത്തുന്നതായിട്ടുള്ളത് അങ്ങനെ ഒന്നായിട്ട് മാറുകയാണ്. അതിലും എന്നെ കൂടുതൽ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സ്ഥാനം നമ്മൾ പണിതു, അതിൻ്റെ കീർത്തി തനിക്ക് സ്വന്തമായിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വാസ്തവത്തിൽ. പക്ഷെ അദ്ദേഹം അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ വേദങ്ങളിൽ പറയുന്ന മാതിരി ഇതം നമ്മമ. അതുകൊണ്ട് ആ കീർത്തിവർദ്ധനം തന്നിൽ കൂടിയല്ല നടന്നത്. അദ്ദേഹം ഭാരതത്തിലുള്ള ജനതയുടെ കയ്യിൽ നിന്നെല്ലാം ചെറിയ 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 സംഭാവനകൾ വാങ്ങിയിട്ട് അത് പണിതു. അതുകൊണ്ട് എന്തായി, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിർമ്മിച്ചതായിട്ടുള്ള ഒരു സ്ഥാപകമായിട്ടത് മാറുകയാണ്. അതാണ് എനിക്ക് ഈയിടെ അദ്ദേഹത്തിനെ കുറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്പർശത്തോട് കൂടിയിട്ട് കന്യാകുമാരി ഒരു പുണ്യസ്ഥലമായി ഒരു വലിയ ഒരു സേവന സ്ഥാപനത്തിന് രൂപം കൊടുക്കുന്നതായിട്ടുള്ളതായിട്ട് മാറുകയാണ്. ഇനി അതിനും പുറമെ അദ്ദേഹത്തിൽ കൂടി രൂപം കൊണ്ട ത്യാഗം, സേവനം എന്നുള്ള രണ്ട് സ്വാമിജിയുടെ പ്രധാനമായിട്ടുള്ള സങ്കല്പങ്ങളെ അദ്ദേഹം ഭാരതത്തിലെ യുവജനങ്ങളുമായിട്ട് പങ്കിടുകയാണ്. അതിനുവേണ്ടി വിവേകാനന്ദ കേന്ദ്രം എന്നുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു യുവ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. വിവേകാനന്ദ സ്വാമി പണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഒരു എഴുത്തിൽ എഴുതിയിട്ടുണ്ട്, ആയിരക്കണക്കിനായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ ത്യാഗസേവഭാവത്തോടു കൂടി ഭാരതത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളത്. ഓഗസ്റ്റ് 16 ഇതിനു മുമ്പ് ഷിക്കാഗോ സമ്മേളനത്തിന് മുമ്പായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു സങ്കല്പത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം ഭാരതത്തിലുള്ള യുവജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു സാധ്യതയെ വെക്കുന്നത്. രാജ്യത്തെ വേറൊരു തരത്തിൽ നമുക്ക് സേവിക്കാം, ഒരു പൊളിറ്റിക്കൽ ലെവലല്ലാതെ ഒരു സ്പിരിച്വൽ സർവീസോടുകൂടി നമുക്ക് ഭാരതത്തിനെ ഉണർത്തിയെടുക്കാം, യുവജനങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ ഒരു സങ്കല്പം വയ്ക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ, അദ്ദേഹത്തിൻ്റെതായ ആ കീർത്തിയെ അദ്ദേഹം പിന്നെയും യുവജനങ്ങളിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കതിനെപ്പറ്റി ഓർക്കും തോറും ഞാൻ വളരെയധികം അതിനെ ഇൻസ്പയർഡ് ആവുകയാണ്. എന്താ വെച്ചാൽ ഒരു ദിക്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ, ഒരു പേരോ ഒന്നും നമ്മൾ കാണില്ല. ഞങ്ങളാണ് ഇപ്പോൾ ഈയിടെ വെച്ചത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മറ്റും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് ആ ശിലാസ്ഥാപകത്തിൽ എവിടെയും കാണില്ല. അപ്പോൾ ആ ഒരു ഇത്രയും ഉന്നതമായിട്ടുള്ള ചിന്തകളും സങ്കല്പങ്ങളും ഭാരതത്തോടുള്ള, ഭാരതീയ സംസ്കൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ആദരവും, വിവേകാനന്ദ ചരണങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണവും, ഇങ്ങനെ എല്ലാം കൂടി ഒത്തുചേർന്ന് ഇത്രയും മഹത്തായ ഒരു സ്ഥാപനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിൽ കുറച്ച് സമയങ്ങളെ അദ്ദേഹത്തോട് ഇടപഴകാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വാത്സല്യവും ഉത്തേജനവുമാണ് എന്നെ ഇന്നിപ്പോൾ ഞാനാക്കി മാറ്റിയിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്ക് വിവേകാനന്ദ ചരണങ്ങളിൽ ജീവിതം അർപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നേ. നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് രാമകൃഷ്ണ മിഷനും ശാരദാ മിഷനും ഒക്കെ ഉണ്ടായിരുന്നു, സന്യാസിനിമാരുടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും ഉപരിയായിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോയി അവരോട് പെരുമാറി അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയുള്ളൊരു സങ്കല്പം ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനെ ഒരു വഴിത്തിരിവ്, അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി നേരേക്ക് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയാണ് ഏകനാഥ്ജി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സ് എന്തെന്നില്ലാത്ത, എന്താ പറയണ്ടേ, ഭക്തി വിനയം കൊണ്ട് നമ്രമാവുകയാണ്. ഒരു ശാസ്ത്രജ്ഞയായിരുന്ന ദീദിയെ ഒറ്റയടിക്ക് എങ്ങനെയാണ് റാനഡേജിക്ക് ഇത്തരത്തിലൊരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്? അത് എങ്ങനെ പെട്ടെന്ന് തന്നെ സാധിച്ചു എന്നുള്ളതാണ്. അത് എൻ്റെ മനസ്സിൽ രൂഢമൂലമായിരുന്നു, വിവേകാനന്ദ ചരണങ്ങളിൽ എൻ്റെ ജീവിതം സമർപ്പിക്കണം എന്നുള്ളത്. ആ പോയിന്റ് അദ്ദേഹം കണ്ടുപിടിച്ചു. പിന്നെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള സാമാനം അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായിട്ടില്ല, സാധ്യതകളെ വളർത്തിയെടുക്കേണ്ടതേ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലേ.
ആ പ്രചോദനം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ രൂഢമായിട്ടുണ്ടായിരുന്നു വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടി. പക്ഷെ അത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്ന് അറിവില്ലായിരുന്നു. എന്താ വെച്ചാൽ ഒരു സന്യാസിനിയായിട്ടുള്ളത് എൻ്റെ അമ്മയ്ക്ക് എന്തോ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് സ്വാമിജിക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളുടെ മെറ്റീരിയൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആ ലെവലിലൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരും. അതിനെയെല്ലാം മാറ്റി നിർത്തി അതിനെയെല്ലാം ഒരേ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക, അത് എന്തോ ഭഗവാന്റെ കാരുണ്യത്താൽ, സ്വാമിജിയുടെ അനുഗ്രഹത്താൽ അത് നടന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, അപാര മഹിമ ഗുരുമഹിമ. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യം എന്നോ അല്ലെങ്കിൽ അടിസ്ഥാന മൂലാധാര ശ്രുതി എന്ന് ഞാൻ പറയും. അപാര മഹിമ ഗുരുമഹിമ. പക്ഷേ സുഭാഷിതത്തിൽ പറയാറുണ്ടല്ലോ, രവി സന്നിധി മാത്രേണ സൂര്യകാന്ത പ്രകാശത എന്ന് പറയുന്നത് പോലെ ദീദിയിൽ ബീജരൂപത്തിലിരുന്ന ആ ഒരു വലിയ സ്വപ്നത്തെ മഹാത്മാവായ ഏകനാഥ്ജി കണ്ടെത്തി അതിന് സ്വാഭാവികമായ സാക്ഷാത്കാരത്തിനുള്ള വഴിയൊരുക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സുധാകർജി, അങ്ങ് വളരെ കാലം സ്വർഗീയ ഏകനാഥ്ജിയുമായിട്ട് ക്ലോസ് അസോസിയേഷൻ സാധിച്ച ഒരു പുണ്യ ജന്മമാണ്. 1962 ഭാരത ചൈന യുദ്ധത്തിൽ ഭാരതമേറ്റ വലിയ പരാജയം, അത് ഭാരത ഹൃദയത്തിനെ ഏൽപ്പിച്ച വലിയ നൈരാശ്യം, ദുഃഖം, പരംപൂജനീയ ഗുരുജി ഗോൾവൽക്കറെ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ പൂജനീയ ഗുരുജിയെ കണ്ടതായി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഗുരുജി എണ്ണമറ്റ കാര്യകർത്താക്കൾക്കിടയിൽ ഇത്ര പെട്ടെന്ന് ഏകനാഥ്ജിയെ തെരഞ്ഞെടുത്തത്? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ എന്തുകൊണ്ടായിരുന്നു അത് സാധിച്ചത്? ബാല്യകാലത്തിൻ്റെ തന്നെ ഏകനാഥ്ജിയുടെ മനസ്സിലുണ്ടായത് വിവേകാനന്ദ സ്വാമികളാണ്. ജന്മശതാബ്ദി വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വാമിജിക്ക് വേണ്ടി ഞാനും എന്തെങ്കിലും സമർപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാ ഗ്രന്ഥങ്ങൾ ഉപലബ്ധിയാവുന്നത് കൽക്കത്ത നഗരമായതുകൊണ്ട് കൽക്കത്തയിൽ തന്നെ താമസിച്ചിട്ട് 1 വർഷം നീണ്ട കാലം വിവേകാനന്ദ സമഗ്ര സാഹിത്യത്തിന് ആ ഒരു ഗ്രന്ഥത്തിൻ്റെ സമാപ്തിയാവുന്ന സമയത്താണ് ഏകനാഥ്ജി നാഗ്പൂരിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്താണ് ഈ കമ്മിറ്റി അംഗങ്ങളൊക്കെ സംപൂജ്യ ഗുരുജിനെ കാണാനായിട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ഒരു ആശയം പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗുരുജി പറഞ്ഞത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ ഒരർത്ഥത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ സ്വാമിജി തന്നെ സൂക്ഷ്മ രൂപത്തിൽ ഏകനാഥ്ജിയിലൂടെ ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതെ, നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാ പുഷ്പങ്ങളും ഭഗവാന്റെ അടുത്തേക്ക് എത്തൂല്ല. ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ പുഷ്പത്തിൻ്റെ ഒരു ഇത് വേണം. അങ്ങനെയാണ് ഏകനാഥ്ജിനെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വ്യക്തി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഗുരുജി പറയുകയും അന്ന് നാഗ്പൂരിൽ എത്തിരുന്ന മന്നെ ഏകനാഥ്ജിനെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂ, ഈ കാര്യം നീ ചെയ്യണം എന്ന് ഗുരുജി ഏറ്റുകൊടുക്കുന്നത് ആ സമയത്താണ്. അവിടെ നമ്മൾക്കൊരു അതിശയകരമായൊരു സംശയം വരുന്നത്, സംഘം സ്വാഭാവികമായിട്ടും ഗാന്ധിജിയുടെ വധത്തെ തുടർന്നൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും നിരവധി പീഡനങ്ങൾ ഏൽക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സമയത്ത് ഇത്രയേറെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഭാരതത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് ഏകനാഥ്ജിക്ക് കഴിയുമെന്ന ഒരു ദൃഢമായ വിശ്വാസം ഗുരുജിയിൽ ഉണ്ടായത്, ആ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതേ, ഗുരുജിയുടെ മനസ്സിൽ ഏകനാഥ്ജിയുടെ പ്രതിബദ്ധതയും ഏകനാഥ്ജിയുടെ കമ്മിറ്റ്മെൻറ്റ് സ്വാമിജിക്ക് വേണ്ടി ഉണ്ടായത് കണ്ടിട്ടുണ്ടായിരിക്കാം. മന്നെ ഏകനാഥ്ജി ഏറ്റവും ഡോക്ടർ സാഹിബ്ക്ക് അപ്പുറം അത് കഴിഞ്ഞ ശേഷം ആദരിച്ചിരുന്നത് ഗുരുജിയാണ്, പരംപൂജ്യ ഗുരുജി ഗോൾവാൾക്കറാണ്. അപ്പോൾ ആ ഒരു കാര്യം വരുന്നതും കറക്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് ബോക്സിൽ വീണ പോലെ തന്നെയാണ് ഏകനാഥ്ജി വന്ന് ഇതിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ആദ്യം ഞാൻ പോയി പഠിക്കട്ടെ, അവിടെ എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അറിഞ്ഞ ശേഷം അങ്ങനെയാണ് ഏകനാഥ്ജി കന്യാകുമാരിക്ക് വരുന്നത്, ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമൊന്നും ഇല്ല, ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ട്. അങ്ങനെയാണ് ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ട് ഏകനാഥ്ജി ദൗത്യം ഏറ്റെടുക്കുന്നത്. ആദ്യം ചെയ്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ആചാര്യന്മാരുടെ അടുത്തേക്കും എല്ലാ രാമകൃഷ്ണ സ്ഥാപനങ്ങളുടെ പ്രധാന സ്വാമിമാരനൊക്കെ കണ്ടിട്ട് അവരുടെ ആശീർവാദവും അവരുടെ അനുഗ്രഹവും
മേടിച്ചുകൊണ്ടാണ് ദൈവകാര്യം ആരംഭിക്കുന്നത് തന്നെ. സഹസ്രനാമത്തിൽ വരുന്നത് ദേവകാര്യ സമുദ്യതയാണ്. അപ്പോൾ ആ അമ്മയോട് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയത് ഈ കന്യാകുമാരിക്ക് വന്ന് ഇവരോടൊപ്പം സംസാരിച്ച് കഴിഞ്ഞ ശേഷമായിരിക്കാം. അങ്ങനെയാണ് ഗുരുജിയുടെ അടുത്തേക്ക് പോയി പറയുന്നത്, ഞാൻ താങ്കൾ ഏറ്റേൽപ്പിച്ച ദൗത്യത്തിന് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറാണ് സ്വാമിജി ഏകനാഥ്ജി പറയുന്നത്. സമാരാധ്യനായ അന്നത്തെ ശ്രീരാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷൻ മാധവാനന്ദജിയാണെന്ന് തോന്നുന്നു. അങ്ങയുടെ ദൗത്യം, ജന്മോദ്ദേശം തന്നെ ഇതാണ് എന്ന് ഏകനാഥ്ജിയോട് പറയുന്നതായി വായിച്ചിട്ടുണ്ട്. ഉണ്ട്, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്വാമിമാരും ഏകനാഥ്ജി കണ്ടിട്ടുണ്ട്, കാഞ്ചി ആചാര്യന്മാരും കണ്ടിട്ടുണ്ട്. ആരൊക്കെയാണോ ഈ ഒരു കാര്യത്തില് പിൻകാലത്തിലെ സഹായകമാകുക അവരെല്ലാവരും നേരത്തെ കണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏകനാഥ്ജി. അപ്പോൾ അത് ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കൂടി സാധിക്കില്ല. അതുകൊണ്ടാണ് ഏകനാഥ്ജി എന്ന് പറയുന്നത് വെറുതെ ഒരു സ്വയം സേവകനോ ഇല്ലെങ്കിൽ ഒരു കാര്യകർത്താവോ ഒരു സേവാവൃത്തി അങ്ങനെയില്ല. ഏകനാഥ്ജി ഒരു ദ്രഷ്ടാവാണ്. അത് ദ്രഷ്ടാവെന്ന് പറയുന്നത് 100 വർഷം കഴിഞ്ഞ ശേഷം എന്താ ഉണ്ടാവുക ഈ സ്ഥിതി, അതിന് ചിന്തിക്കാനായിട്ടുള്ള ഒരു ശേഷി. യു വാസ് നോട്ട് എ വെരി ബിഗ് ആറേറ്റർ എന്നും പറയാൻ പറ്റില്ല, പക്ഷെ പറയുന്ന വാക്കുകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എത്തിക്കാനായിട്ടുള്ള ഒരു പ്രയത്നം ഏകനാഥ്ജിയുടെ ജീവചരിത്രം ഒരു സംക്ഷിപ്തമായതൊന്ന് ആരാധ്യയായ രീതി തന്നെ എഴുതിയിട്ടുണ്ട്. ഭാവയാമി ഏകനാഥ്, മനോഹരമായ പുസ്തകമാണ്, എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഏകനാഥ്ജി എന്ന മഹാവെളിച്ചത്തെ പറ്റി ഒരു താക്കോൽപ്പഴുതിലൂടെയുള്ളൊരു വിഷനെങ്കിലും ലഭിക്കാൻ ആ പുസ്തകം തീർച്ചയായിട്ടും സഹായിക്കും. മഹാത്മാക്കളെ കുറിച്ച് എഴുതുക എളുപ്പമല്ല. ദീദിയും ആ പാദചരണങ്ങളെ പിന്തുടർന്നുകൊണ്ടാകാം മനോഹരമായ രീതിയിൽ അത് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് തന്നെ വളരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തിൽ മഹത്തായ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൽ കുട്ടിയിലേ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഏത് കഷ്ടപ്പാടും സഹിക്കാൻ ഉള്ള ഒരു സന്നദ്ധത, അതുപോലെ തന്നെ വലിയ ശാരീരിക ക്ഷമത, കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ്, കാര്യങ്ങളുടെ സത്യസന്ധത, ചിട്ട, അതുപോലെ തന്നെ തൻ്റെ ബോധ്യങ്ങൾക്ക് വിപരീതമായി വരുന്ന കാര്യങ്ങളോട് എതിർക്കാനുള്ള കഴിവ്, എതിർക്കുമ്പോഴും എല്ലാ മനുഷ്യരോടും ഹൃദയത്തിൽ സ്നേഹം പുലർത്തുന്ന ഒരു വലിയ ഭാവം, അതൊക്കെ ആ പുസ്തകത്തിൽ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ 1 വർഷം കൊണ്ട് സ്വാമിജിയുടെ സാഹിത്യത്തിലൂടെ ഏറ്റവും സുപ്രധാനമായ ഭാഗങ്ങളെ കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. ഒരുപക്ഷെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പഠന കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ തോതിൽ സനാതന മൂല്യങ്ങളെ എതിർക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിന് കൃത്യമായ മറുപടി പറയണം എന്ന ആഗ്രഹത്തിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം എവിടെ ലഭ്യമാണ് എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം ഉപനിഷത്തുകളിലേക്ക് തിരിഞ്ഞു എന്ന് വായിച്ചിട്ടുണ്ട്. ഉപനിഷത്തുകളിൽ നിന്നും ബാക്കി വിവേകാനന്ദ സാഹിത്യ സർവീസിനോട് അദ്ദേഹം കിട്ടിയതെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം നമ്മുടെ കോളേജിൽ ഈ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന പ്രൊഫസർ ഫിലിപ്സിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം ഇദ്ദേഹത്തിനെ കൊണ്ട് ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൗണ്ടർ അറ്റാക്കുകൾ സഹിക്കാൻ പറ്റാതെ അങ്ങ് ക്ലാസ്സിൽ നിന്ന് പോയിക്കോളൂ, ഞാൻ അറ്റൻഡൻസ് തന്നോളാം എന്ന് പറയുമ്പോൾ സരസമായിട്ട് അദ്ദേഹം ഇല്ല, ഞാൻ ഇനിയും പഠിച്ചു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയും പിൽക്കാലത്ത് ഇദ്ദേഹം തന്നെ ഏകനാഥ്ജിയുടെ വലിയ ആരാധകനാവുകയും ചെയ്തതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിലും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡോക്ടർ ജി ഒരിക്കലത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്, അസാമാന്യമായ ധൈര്യം നിങ്ങൾ സംഭരിക്കൂ, വിഷയങ്ങളുടെ നാരായ വേര് കണ്ടെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൂ. ഈ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഏകോപിച്ചിരുന്നു എന്നാണ് വായിക്കുന്നത് പുസ്തകത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഓരോ വ്യക്തികളെ കണ്ടെത്തുന്നതിലും ആ കഴിവ് സഹായിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഏതാണ്ട് 82-ൽ ശരീരം ഉപേക്ഷിക്കുമ്പോഴേക്കും 80-കളിൽ അദ്ദേഹം തൻ്റെ കാലശേഷം ഈ മഹത്തായ പ്രസ്ഥാനം നയിക്കേണ്ടത് ആര് എന്ന് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു. അത് നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ലോകത്ത് ഒരു മൈക്രോസ്കോപ്പിൽ തൻ്റെ ദിവസങ്ങളുടെ പകലുകൾ മുഴുവൻ ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തി അതിലേക്ക് കണ്ടെത്തി ഇങ്ങോട്ട് കൊണ്ടുവരിക. അവിടെ ദീദി എത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയൊക്കെ ദീദിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്? ഏകനാഥ്ജി ഏതൊക്കെ പരീക്ഷണങ്ങളിലൂടെ കടത്തിപ്പോയി? തൻ്റെ പിൻഗാമി ഇതിന് കിടയുറ്റയാളാണെന്ന് ബോധ്യമാവാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു? അദ്ദേഹം എന്ത് പരീക്ഷണം നടത്തിയെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഒരു തവണ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് വരികയാണ് എനിക്ക്. ഞാൻ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുക, ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ഇത്തവണ ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ ഇതിൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. എതിർത്ത് പറയാനൊന്നും വയ്യ. ഞാനും എൻ്റെ PA തങ്കസ്വാമി
ഞങ്ങൾ രണ്ടുപേരും ഇന്ന ദിവസം എത്തും, ഒരാഴ്ച നിൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പരിഭ്രമിച്ചു പോയി. പക്ഷെ അദ്ദേഹത്തോട് എടുത്തൊന്നും പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചു. അപ്പോൾ അവിടെ ഒരു മുറിയുണ്ട്, ഒരു കിച്ചനും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ദീദിക്കുള്ള മുറി ഞങ്ങൾ തരാം, പിന്നെ ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ചപ്പാത്തിയൊക്കെ അല്ലേ വേണ്ടേ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം, ഒന്നും പരിഭ്രമിക്കേണ്ട, വരട്ടെയാണ്. അങ്ങനെ അദ്ദേഹം 7 ദിവസം എൻ്റെ കൂടെ താമസിച്ചു. ഞാൻ പറയും, എന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തത് 7x24. ഞാൻ എപ്പോൾ എണീക്കണു, എപ്പോൾ കിടക്കണു, എന്ത് വായിക്കണു, എന്ത് പ്രാർത്ഥിക്കണു, എങ്ങനെ പെരുമാറുന്നു, ആൾക്കാരെ എങ്ങനെ, ഇത് വേണ്ട സകലതും അദ്ദേഹം ഇങ്ങനെ നോക്കി കണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു. അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും. പക്ഷേ അതിന് ശേഷമാണ് മനസ്സിലായത്. അദ്ദേഹം എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി ആരെയാണ് വെക്കേണ്ടത് ഏകനാഥജി എന്ന് ചോദിച്ചപ്പോൾ സംശയലേശം എന്നെ ലക്ഷ്മികുമാരി തന്നെ ആവട്ടെ എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് എൻ്റെ ലോകം തന്നെ അങ്ങോട്ട് മാറിയത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് ശരിക്കും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, ഇത് ഏതോ ഗുരുകൃപ തന്നെയാണ് എന്നുള്ളത് മനസ്സിലായത് എനിക്ക്. ഈ ലോകത്തിന് മുഴുവൻ പ്രചോദനാത്മകമായ ഒരു ഭവ്യമായ സ്മാരകം ഉയർന്നു നിൽക്കുന്നത് കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ സത്യത്തിൽ വിഷൻ ഇൻ ആക്ഷൻ ആക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയാറുണ്ട്. അദ്ദേഹം നേരിട്ട വലിയ പ്രതിസന്ധികൾ, കാരണം സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ നേരിട്ട് കാണുന്നു, ധനം സമാഹരിക്കുന്നു, അവിടെ തന്നെ പ്രാദേശികമായ ഈ കത്തോലിക്ക വിഭാഗത്തിലുള്ള മീൻപിടുത്തക്കാരെന്നൊക്കെയുള്ള എതിർപ്പുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ അദ്ദേഹം സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് കവിഞ്ഞ എല്ലാ വ്യക്തികളിലേക്കും ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളിൽ ഊന്നിയ ഒരു പൊതുബോധമാണ് എല്ലാവരിലും ഉണ്ടാകേണ്ടതെന്നുള്ള ഉറച്ച ബോധ്യമുള്ള ആളായിരുന്നു ഏകനാഥജി എന്ന് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്, ഞാൻ അറിഞ്ഞത്, അദ്ദേഹത്തിന് അല്പസമയം, അതായത് 1 മണിക്കൂറിൽ 9 MP-മാരുടെ ഒപ്പം അദ്ദേഹം സംഘടിപ്പിച്ചു എന്ന് പറയുന്നു. ഒറ്റ ദിവസം 3 ദിവസം കൊണ്ട് 323 MP-മാരുടെ മറ്റേ ഒപ്പ് വാങ്ങിച്ച് അവിടെ പ്രതിമ സ്ഥാപിക്കാനുള്ള അംഗീകാരം നേടിയെടുത്തു എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ സമർത്ഥമായി ഭഗവാൻ കൃഷ്ണനെ പോലെ ഈ വകുപ്പില്ലാ മന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സഹായത്തോടു കൂടിയാണ് നെഹ്റുവിനെ സ്വാധീനിക്കുന്നത്. നെഹ്റുവിൻ്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് എതിർപ്പുണ്ടായിരുന്ന ഭക്തവത്സരത്തിന് ചുവട് മാറ്റേണ്ടി വന്നത്. അങ്ങനെ ഒരു വലിയ പ്രവർത്തനം മനോഹരമായിട്ട് അദ്ദേഹം നെയ്യുന്നുണ്ട്. അത് നെയ്ത് ഇതിൻ്റെ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാക്കിയപ്പോൾ ഈ പ്രതിമാസ്ഥാപനത്തിന് പോലും എതിരായ ഭക്തവത്സലം, പ്രതിമ കേവലമായി അവിടെ നിൽക്കാൻ പാടില്ല, അതിന് ചുറ്റും തീർച്ചയായും അതൊരു കെട്ടിടത്തിനകത്ത് സുരക്ഷിതമായിരിക്കണമെന്ന് പറയുകയും, അങ്ങനെ പ്രതിമ പോലും അനുവദിക്കപ്പെടാത്ത ഭക്തവത്സലത്തിൽ നിന്ന് സ്മാരകം കൂടെ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം, അത്ഭുതകരമായ ഒരു. അവിടെ ഞാനപ്പോൾ ഓർക്കുന്നത്, സ്വാമിജി പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും നിങ്ങളുടെ കാൽക്കീഴിൽ അമരും എന്ന് വിവേകാനന്ദ സ്വാമി പറയാറുള്ളത് സാക്ഷാത്കരിച്ച അല്ലേ? തീർച്ചയായും അങ്ങനെ കരുതാം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് അദ്ദേഹത്തിന് ഏകനാഥജിയുടെ ജീവിതം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടം അദ്ദേഹം കരുതുന്നത് ഒരു സ്മാരകം, ഇപ്പോൾ കന്യാകുമാരിയിൽ തന്നെ വിളക്ക് വെക്കലോ പൂജയോ ഉള്ള ഒരു വിഗ്രഹമല്ല അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ. കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ രാമകൃഷ്ണ മിഷനിലൊക്കെയുള്ള സ്വാമിജിമാർക്കൊക്കെ ധ്യാനത്തിലിരിക്കുന്ന സ്വാമിജിയുടെ രൂപത്തോടായിരുന്നു താല്പര്യം. പക്ഷെ അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഈ ലോകത്തിൻ്റെ വഴി കാണിക്കാനുള്ള ഒരു വലിയ സന്ദേശവുമായി ഒരു വലിയ യാത്രയ്ക്ക് പുറപ്പെടുന്ന വിവേകാനന്ദനെയാണ് അവിടെ അദ്ദേഹം സ്ഥാപിച്ചതെന്ന് പറയുന്നത്. അത് ശില്പത്തിൻ്റെ രൂപീകരണത്തിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തുകയും വന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതിൽ തന്നെ ചിലത് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം ആ സ്മാരകം പണിത് കഴിഞ്ഞപ്പോൾ അടുത്ത പടിയായിട്ട് അദ്ദേഹം ഇനി കേവലമായ ഒരു സ്മാരകമല്ല, വിവേകാനന്ദ സാഹിത്യം, സന്ദേശം, അതായത് ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ, ഓരോ ആത്മാവും ദിവ്യമാണ്, ഈ സന്ദേശം ഹിന്ദു സമാജത്തിനകത്ത് പ്രത്യേകമായും ഭാരത സമാജത്തിൽ പൊതുവായിട്ടും പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് കരുതി കേന്ദ്രത്തിന് രൂപം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ജീവൻ വൃതികൾ, അങ്ങേപ്പോലെയുള്ള ജീവൻ വൃതികളെ, ദീദിയെ പോലെയുള്ള ഉജ്ജ്വലമായ പ്രതിഭകളിലൂടെയൊക്കെ എങ്ങനെയാണ് ഏകനാഥ്ജി അത് സാക്ഷാത്കരിച്ചത്? സ്വാമിജിയുടെ ഈ സന്ദേശം എങ്ങനെയാണ് സാക്ഷാത്കരിച്ചത്? ഒന്ന്, ഒരു വ്യക്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ച് അറിയുകയും. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ആദ്യത്തെ പോസ്റ്റിംഗ് ഡൽഹി ആയിരുന്നു. രാജ്യത്തിൻ്റെ പുറത്തൊക്കെ പോകാത്ത ഒരു കുട്ടിയാണ് ഞാൻ. അന്ന് ചെറുപ്പമാണ്,
23 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പോസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് മുമ്പിൽ ഏകനാഥ്ജിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിനോടൊപ്പം. അദ്ദേഹം അപ്പോഴാണ് പറയുക എവിടേക്കാണ് നമ്മൾ പോസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഡൽഹിക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഏകനാഥ്ജിയോട് ഞാൻ ചോദിച്ച ചോദ്യം, ഏകനാഥ്ജി എനിക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ രീതി റിവാജുകളൊന്നും അറിയില്ല, എങ്ങനെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് താങ്കൾ എത്തിയിരിക്കുന്നത്? എനിക്ക് അവിടെ പോസ്റ്റ് ചെയ്ത അതൊക്കെ എനിക്കറിയാം, നീ ഒന്നും പറയണ്ട, നീ അവിടെ പോയി ഇരുന്നാൽ മതി, 1 വർഷം കഴിഞ്ഞ ശേഷം നീ തന്നെ വന്ന് എന്നോട് പറയും ഏകനാഥ്ജി കറക്റ്റാണ് താങ്കളുടെ ഡെസിഷൻ എന്ന് പറയാൻ. അങ്ങനെ ഒരു വ്യക്തിയോട് കംപ്ലീറ്റ് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവേ. ആ ദ്രഷ്ടാവെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് കാണുന്നത് മാത്രമല്ല, ഒരു വ്യക്തിയോട് അകത്ത് അന്തർനിഹിതമായ ആ ഒരു ദൈവിക ശക്തിനെ തിരിച്ച് അറിയുകയും അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഐ കൺസിഡർ ഹിം ആസ് ഒരു ദ്രഷ്ടാവായിട്ടാണ് കാണാൻ ഞാൻ. അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്ന കത്തുകൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് 10-30,000 ലെറ്റേഴ്സ് എഴുതുകയും ഓരോ ലെറ്റർ അദ്ദേഹം സൂക്ഷ്മതലത്തിൽ വായിച്ചിട്ട് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പെർഫെക്ഷനിസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ആർക്കും ഒരു വാക്കുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റാത്ത ഒരു രീതിയിലിരിക്കുന്ന ഒരു മഹത് പ്രതിഭയായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെയാണ് കേന്ദ്രത്തിലേക്ക് വന്ന ശേഷം പല സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ദിവസമാണ് അദ്ദേഹം ഒരു ടെലിഗ്രാം കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞത്. അപ്പോൾ രാത്രി 9 മണിയായി. ആ സമയത്ത് കന്യാകുമാരിക്ക് പോയി നടന്നിട്ട് പോയിട്ട്, അന്ന കാലത്തിൽ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. രാത്രി പോയിട്ട് ടെലിഗ്രാം കൊടുക്കാനായിട്ട് ഞാൻ വന്നു. റിസപ്ഷനിലേക്ക് വരുമ്പോൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു ഇപ്പോൾ ഒന്നും പോവേണ്ട, രാവിലെ പോയി കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന്. അപ്പം ഞാൻ റൂമിലോട്ട് തിരിച്ചു വന്നു. ഏകനാഥ്ജി പറയില്ലേ കസേരയിൽ ഇരുന്നിട്ട് കാല് മറ്റേ കാലുടെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ടെലിഗ്രാം കൊടുത്തോ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏകനാഥ്ജി രാത്രിയായി, ഇപ്പോൾ ടെലിഗ്രാഫ് ഓഫീസിൽ പോയി അവരിനൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ചെയ്യാനായിട്ട് ഇത്രയുണ്ട്. അപ്പോൾ ചേട്ടന്മാരോട് ചോദിച്ചു. ചേട്ടന്മാർ പറഞ്ഞു രാവിലെ കൊടുത്താൽ മതി. ഇല്ല, ഇപ്പം തന്നെ പോകണം, ഇപ്പം തന്നെ കൊടുക്കണം, കൊടുത്തിട്ട് തിരിച്ചു വരണം, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. രാത്രി 10:30 മണിയായി. ഞാൻ പോയിട്ട് ആ ടെലിഗ്രാം കൊടുത്തിട്ട് ആ റിസീറ്റ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ശേഷമാണ് അദ്ദേഹം കിടക്കുന്നത് തന്നെ. ഒരു കാര്യം ചെയ്യാനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരു സങ്കല്പം പൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ, അത് ഈ ഒരു കാര്യത്തിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ശിലാസ്മാരകത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സമയത്ത് ഓരോ ദിവസം ഏത് പാറയാണ്, ഏത് കല്ലാണ്, എവിടെയാണ് വെക്കേണ്ടത്, ഏത് ദിവസമായിരിക്കണം, ഏത് ദിവസം നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ. ആ ഒരു രീതിയിൽ നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഏകനാഥ്ജി യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം റൂമിലേക്കല്ല പോവുക, പാറയിലേക്കാണ് പോവുക. ഒരു പ്രാവശ്യം ഉണ്ടായി, അദ്ദേഹം വരുന്ന ദിവസമായിരുന്നു, അവിടെ ആനകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം. പോയ സമയത്ത് ആന കണ്ടില്ല. ആചാര്യൻ സഭത്തിനെ വിളിച്ചു, എന്താ നടന്നില്ലല്ലോ, എന്തായാലും ശരി എല്ലാ വർക്കേഴ്സിനും കൂട്ടിച്ചേർക്കാം, രാവിലെ 6 മണിയാകുമ്പോഴേക്ക് പൂർത്തി ആയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം. അപ്പോൾ ഏത് ഒരു കാര്യത്തിൽ പ്ലാനിങ്, എക്സിക്യൂഷന്, സൂപ്പർവിഷന് വളരെ വളരെ ക്ലിയറാണ്. തീർച്ചയായിട്ടും ആ വലിയ ആ സമർപ്പണ ബുദ്ധി കൊണ്ടായിരിക്കണം ഒരു എഴുതി തീരാൻ കഴിയാത്ത ഒരു കവിത പോലെ മനോഹരമാണ് ഏകനാഥ്ജിയുടെ ജീവിതം. അത് വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും തീർച്ചയായിട്ടും അനേകം ആളുകൾക്ക് പ്രചോദനമാകണം. കാരണം ഏകനാഥ്ജി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു, കഠിനാധ്വാനത്തിലൂടെ ആത്മാർത്ഥനത്തിലൂടെയും നമുക്ക് നേടാൻ കഴിയാത്ത ഒരു അവസ്ഥ, ഒരു സ്ഥാനവുമില്ല, എവിടെ എത്താൻ കഴിയും. സ്വാമിജിയെ തന്നെ അദ്ദേഹം അവതാര പുരുഷനായി കാണാനായിരുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടമെന്നാണ് വായിച്ചത്. ഒരു സാധാരണ മനുഷ്യൻ സ്വന്തം തപസ്സിൻ്റെ ബലത്തിൽ അമാനുഷിക തലത്തിലേക്ക് ഉയർന്നതായിട്ടാണ് കാണേണ്ടത് എന്ന രീതിയിലുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. തീർച്ചയായിട്ടും സ്വാമിജി പറഞ്ഞതുപോലെ എൻ്റെ കുട്ടികൾ വരും, അവരെല്ലാ പ്രശ്നവും സിംഹങ്ങളെ പോലെ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ആയിരുന്നു ഏകനാഥ്ജി ആത്മാർപ്പണം ചെയ്തത്. ആ വഴിയിൽ അദ്ദേഹം കണ്ടെത്തിയ, രാഷ്ട്രപൂജയ്ക്ക് വേണ്ടി കണ്ടെത്തിയ പൂക്കളാണ് ആരാധ്യയായ ദീദിയും സുധാകരൊക്കെ. ജീവിതം ധന്യമാണ്. അനേകം ആളുകൾ തീർച്ചയായിട്ടും. അപ്പം ഞാനിത് ഇടയ്ക്കൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കന്യാകുമാരി സ്മാരകം നടക്കും, അതിൻ്റെ കളക്ഷൻ നടക്കുമ്പോൾ
പുറംതിരിഞ്ഞു നിന്ന ഒരു സ്ഥലമായിട്ട് കേരളം എന്ന് ഞാൻ കേട്ട. സത്യമാണോ അത്? ആ ലിസ്റ്റിൽ കേരളത്തിന്റെ പേര് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നില്ല, പിന്നീട് കൊടുത്തു അല്ലേ? എന്തായാലും ദേശീയമായ കാര്യങ്ങളിൽ ഒരു പരാങ്മുഖത അവർ മാറ്റി അല്ലേ? നല്ല കാര്യം. തീർച്ചയായിട്ടും കേരളം അടക്കം സമ്പൂർണ്ണ ഭാരതവും ഏകനാഥ്ജിയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാമിജിയുടെ ആശയങ്ങളെ സ്വജീവിത ആദർശങ്ങളായി സ്വീകരിച്ച് സിംഹതുല്യ പരാക്രമത്തോടുകൂടി അതേ സമയത്ത് വലിയ കാരുണ്യവും ഒരേ സമയം വീരവ്രതവും കാരുണ്യവും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സും ഒക്കെ ചേർന്ന ഒരു സമ്പൂർണമായ ഒരു സമ്മോഹനമായ ഒരു ഭാവി വിരചിക്കാൻ സാധിക്കട്ടെ. അതിന് ഏകനാഥ്ജിയുടെ ആ സമർപ്പണം നമുക്കെന്നും പ്രചോദനമാകട്ടെ എന്നുള്ള വലിയ ഒരു പ്രാർത്ഥന ഈ സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചതിനുള്ള പ്രത്യേകമായ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നമസ്തേ.